ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നതിന് നാളേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. പത്തനംതിട്ട സ്വദേശിനിയുടെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ ഒടുവിൽ അറസ്റ്റിലായത്. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് രാഹുലിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ച് രാഹുലിനെ തെളിവെടുപ്പിനും വിധേയമാക്കുകയുണ്ടായി. 2024 ഏപ്രിലിൽ ഈ ഹോട്ടലിൽ വെച്ച് പീഡനം നടന്നതായിരുന്നു യുവതിയുടെ പരാതി. അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ സഹകരിക്കുന്നില്ലെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായി മൊബൈൽ ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യം. അതേസമയം തന്റെ കക്ഷിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു എന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. വിവാഹിതയാണെന്ന വിവരം മറച്ചുവെച്ചാണ് യുവതി താനുമായി ബന്ധം പുലർത്തിയതെന്ന് രാഹുൽ കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നു. ലൈംഗികാരോപണങ്ങൾ തുടർച്ചയായി ഉയർന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണപക്ഷത്തു നിന്നുള്ള നിയമസഭാംഗങ്ങൾ സ്പീക്കർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഈ പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുന്ന കാര്യത്തിൽ സ്പീക്കർ AN ഷംസീർ ഉടൻ തീരുമാനമെടുക്കും. ജനുവരി 20 മുതൽ നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ജാമ്യ ഹർജിയിൽ കോടതി എടുക്കുന്ന തീരുമാനം കേസിലും നിയമസഭയിലെ അംഗത്വത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് നിർണായകമാകും.